നമുക്ക് നല്ല ക്രിസ്പിയായ നല്ല രുചികരമായ അച്ചപ്പം ഉണ്ടാക്കാം. ഇതിനായിട്ട് ഈ ഗ്ലാസ്സിന് ഇതുപോലെ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരി വെള്ളത്തിലിട്ട് ഇത് കുതിർത്ത് വാരി വെച്ചതാണ് അതിൻ്റെ വെള്ളം പോവാനായിട്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിൽ കുറേശ്ശെ ഇട്ട് നല്ല നൈസ് പൊടി നമുക്ക് പൊടിച്ച് അരിച്ചെടുക്കാം. ഒരരിപ്പയ്ക്കകത്തിട്ട് ഞാൻ ആ പൊടി അരിച്ചെടുക്കുവാണ്. ഇത് വറക്കേണ്ട ആവശ്യമില്ല, അല്ലാതെയാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ അത് മൊത്തം ഞാൻ ഇങ്ങനെ പൊടിച്ച് അരിച്ചെടുക്കുകയാണ്. ഇതിൽ ചേർക്കാനായിട്ട് ഒരു തേങ്ങ ഞാൻ ചിരകി അതിൻ്റെ പാൽ ഒരു 1/2 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ വീഡിയോ എടുക്കാനത് വിട്ടുപോയി. അങ്ങനെ ഞാൻ അരിപ്പൊടി എടുത്തു. അതിലേക്ക് ഞാൻ കുറച്ച് പാലൊഴിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഇതിൻ്റെ ബാക്കി ചേരുവകളും കൂടെ ഇട്ടിട്ട് ഇത് കുഴച്ചെടുക്കാമെന്ന് കരുതി. ഇത് കണ്ടോ, കുറച്ച് പാൽ പെട്ടെന്ന് ആദ്യം ഒഴിച്ചു പോയി. ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പ്, ഇനി ഇതിലേക്ക് 1 സ്പൂൺ കറുത്ത എള്ള്, ഒരു സ്പൂൺ ജീരകം, ഇതിനാവശ്യത്തിന് മധുരത്തിനുള്ള എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 2 സ്പൂണാണ്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് നമ്മളിത് കുഴച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇട്ട് കൊടുത്ത് നോക്കിയാൽ മതി, മധുരം ചേർന്നോ ഉപ്പൊക്കെ ചേർന്നോ നമുക്ക് കുഴച്ച് കഴിയുമ്പോൾ അറിയാമല്ലോ. എന്നിട്ട് പാല് കുറേശ്ശെ ഒഴിച്ച് വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ. കാരണം ഇത് ഒത്തിരി കട്ടിയിലും ആകരുത്, തീരെ ലൂസായിട്ടും ആകരുത്. ആ പരുവത്തിൽ വേണം ഇത് മാവ് കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇത് കുഴച്ച് കഴിഞ്ഞ് ഒരു 2 സ്പൂണ് ഇത് മൈദയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് ഞാനിത് കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് ഇളക്കി പാകത്തിനുള്ള കൂട്ടാക്കിയെടുക്കുന്നത്. ഈ സമയത്ത് ഞാൻ എണ്ണ ചൂടാകാനായിട്ട് ഞാൻ അടുപ്പത്ത് വച്ചിട്ടുണ്ട്. നല്ല ഇതൊട്ടും മുട്ട ചേർക്കാത്ത അച്ചപ്പമാണ്. നല്ല സുന്ദരമായിട്ട് മുട്ട ചേർക്കേണ്ട ഒരാവശ്യമില്ല. നല്ല ക്രിസ്പിയായ നല്ല സ്വാദുള്ള നല്ല ഭംഗിയുള്ള അച്ചപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ പരുവത്തിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ ഇതിന് ഉപ്പോ മധുരമോ ഇല്ലെങ്കിൽ വീണ്ടും ചേർത്താൽ മതി. നമ്മുടെ അച്ചപ്പത്തിൻ്റെ അച്ച തിളച്ച എണ്ണയ്ക്കകത്ത് മുക്കിയിട്ട് മാവിൽ മുക്കി ഞാൻ ഇട്ട് കൊടുത്തു. ഇങ്ങനെ ഓരോന്നും മൊത്തം നമുക്കിതിങ്ങനെ മുക്കി അച്ചപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, നല്ല ഷേപ്പിൽ കിട്ടി, നല്ല ഭംഗി കാണാൻ, നല്ല ഭംഗി, നല്ല ക്രിസ്പിയായ നല്ല ടേസ്റ്റോട് കൂടിയ അച്ചപ്പമാണിത്. കണ്ടോ, ഇങ്ങനെ ഞാൻ ഓരോന്ന് ഇത് മൊത്തം ഇതുപോലെ ഞാൻ ഉണ്ടാക്കി എടുക്കുകയാണ്. ഇതിൽ മുട്ട ചേർക്കുന്നില്ലെന്ന് പറഞ്ഞാൽ മുട്ട ചേർത്തില്ലെന്ന് ഓർത്ത് യാതൊരു കുഴപ്പമില്ല. നല്ല പൊടിഞ്ഞ് നല്ല ഭംഗിയായി നല്ല കട്ടി കുറഞ്ഞ് നല്ല ക്രിസ്പിയായ അച്ചപ്പം മുഴുവൻ ഇവിടെ ഞാൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു. നല്ല സ്വാദിഷ്ടമായി, എന്ത് ഭംഗിയാണ് കാണാൻ. നോക്ക്, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും താങ്ക് യു.